നമുക്കിന്നൊരു അടിപൊളി പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാം. ഇതാണ്ടോ നമ്മുടെ പ്രോൺസ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്, കുറേ പ്രോൺസ് ഉണ്ട്. അപ്പൊ നമുക്കിന്ന് സൺഡേയാണ്, അപ്പം നല്ല മഴയാണ് പുറത്ത്. അപ്പൊ നമുക്ക് നല്ലൊരു പ്രോൺസ് ബിരിയാണി റെഡിയാക്കാം. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഹസ്ബൻഡും കൂടിയിട്ടുണ്ട്. അപ്പൊ ഹസ്ബൻഡാണ് എനിക്ക് പ്രോൺസ് ക്ലീൻ ചെയ്ത് തരുന്നത്. അപ്പൊ ആ ടൈം കൊണ്ട് ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാന്ന് കരുതി. അപ്പൊ സവാളയും തക്കാളിയും ക്യാരറ്റും എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോൾ നമുക്ക് ഒനിയൻ ഫ്രൈ ചെയ്തെടുക്കാം. അത് ഫ്രൈ ആവുന്ന ടൈമിൽ നമുക്കൊരു ജാറിലേക്ക് കുറച്ച് മിന്റും മല്ലിയിലയും നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് അരച്ച് അതിലേക്ക് തൈരും കൂടെ ചേർത്തതിന് ശേഷം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അതിലേക്ക് ഒരു 4-5 പച്ചമുളകും കൂടി ഇട്ട് ഒന്നും കൂടി അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ഈ പ്രോൺസും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൈഡ് ഓണിയനും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ ഗീയും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മാഗ്നേറ്റ് ചെയ്ത് നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 30 മിനിറ്റ്സ് വയ്ക്കാം. കുറച്ച് പ്രോൺസ് എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാനും കൂടെ മാഗ്നേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് റൈസ് വെക്കാം. റൈസ് വെക്കാൻ കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ക്യാരറ്റും കുറച്ച് പൈനാപ്പിളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവാന പൈനാപ്പിൾ കഴിക്കട്ടെ. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ആഡ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് മല്ലിയിലയും കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ട് നല്ല തിളച്ച് വെള്ളം ആഡ് ചെയ്ത് ഒരു 1 ടീസ്പൂൺ വിനീഗറും കൂടെ ആഡ് ചെയ്യാം. ആ ടൈമിൽ ഇത് ഏട്ടൻ സലാഡിനുള്ള ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട്. റൈസ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ദം ചെയ്യാം. ഇത് ഒരുമിച്ചല്ല വേവിക്കുന്നത്, സെപ്പറേറ്റ് ആണ്. ബിക്കോസ് അമ്മമ്മയൊക്കെ വെജിറ്റേറിയൻ ആണ്. സോ അപ്പം റൈസ് സെപ്പറേറ്റ് കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പ്രോൺസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഫ്രൈ ചെയ്യാം. അതിനുശേഷം ദം ചെയ്യാം. ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഒരു 10 മിനിറ്റ്സ് ഒന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് മാരിനേറ്റ് ചെയ്താൽ. അപ്പം നമുക്ക് പ്രോൺസ് ഫ്രൈ ചെയ്ത പാനിൽ തന്നെ നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പ്രോൺസ് വെച്ച് ഒരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പ്രോൺസ് ഇവിടെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ദം ചെയ്യാം. അപ്പോൾ റൈസ് ആഡ് ചെയ്തതിനു ശേഷം അതിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് ഫ്രൈഡ് ഓണിയനും കുറച്ച് മല്ലിയിലയും നമ്മുടെ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസും ഇട്ട് ഒരു 1 or 2 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസും ആഡ് ചെയ്ത് പിന്നെ ഒരു 1 ടീസ്പൂൺ നമ്മുടെ ഗീയും കൂടി ആഡ് ചെയ്ത് നമുക്ക് ദം ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സലാഡ് റെഡിയാണ്. പിന്നെ ഒരു മീൻ ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ സ്പെഷ്യലായിട്ട് മീൻ ചട്നി. നമ്മുടെ ബിരിയാണി നോക്കാൻ ചെയ്യാം. നല്ല ഓണം